മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ലഫ്റ്റനന്റ് ഗവർണർ ഇഡിയാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടിയത്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിലവിൽ ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുകയാണ്. ഈ മാസം 5-ാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറോട് മുൻ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇതാണിപ്പോൾ ഡൽഹി ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. വരുന്ന ആഴ്ചയിൽ തന്നെ ഒരുപക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യതലസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടി രൂപപ്പെടുന്നത്. നമുക്കറിയാം, കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഈ വർഷം മാർച്ച് മാസത്തിലാണ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരണം നടത്തുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പിന്നീട് ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിഷേധം രൂപപ്പെടുകയും ഡൽഹി മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിനും സിസോദിയയ്ക്കുമുള്ള പങ്ക് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ഇഡി കോടതിയിൽ ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് കെജ്രിവാൾ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് മറ്റൊരു അതീഷിക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. രോഹിണി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.